ആധുനികതയുടെ മുഖവുമായി വന്നെത്തിയ കാസർഗോഡ് കാഞ്ഞങ്ങാട് KSTP പാതയും ഒടുവിൽ അവഗണനയുടെ അരികിലേക്ക്. അടുത്ത ഒരു വർഷത്തേക്ക് ഈ റോഡിൽ ഒരു തരത്തിലുള്ള അറ്റകുറ്റപ്പണികളും നടത്തില്ലെന്നാണ് പുതിയ വിവരം. കാഞ്ഞങ്ങാട് കാസർഗോഡ് KSTP റോഡിൻ്റെ പ്രവൃത്തി എങ്ങുമെത്താതായിട്ട് വർഷങ്ങളായി. 27.78 കിലോമീറ്റർ റോഡ് 38 കോടി രൂപ ചിലവിലാണ് ബിറ്റുമിനസ് കോൺക്രീറ്റ് മേൽപ്പാളി വിരിച്ച് നവീകരിക്കുന്നതിന് തുടക്കം കുറിച്ചത്. മെയ് മാസത്തോടെ റോഡ് നവീകരിച്ച് പൂർണ്ണ സജ്ജമാക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രവൃത്തി നിലച്ച മട്ടിലാണ്. കാരണങ്ങളായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത് ചുവപ്പ് നാടയിൽ കുടുങ്ങിയ സാങ്കേതിക നടപടികളും അനുമതികളും നിലവിലെ സാഹചര്യവുമാണ്. നമ്മളിപ്പോഴുള്ളത് കാഞ്ഞങ്ങാട് കൗവൽപ്പള്ളിയിലെ KSTP റോഡിലാണ്. റോഡിൻ്റെ കലിങ്കിൻ്റെ പ്രവൃത്തി ആരംഭിച്ചത് മുതലാണ് റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഈ മഴക്കാലത്തും നടുപൊടിക്കുന്ന യാത്ര തന്നെയാണ് സാധാരണക്കാർക്കുള്ളത്. ഇതുവരെയായും റോഡിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ നിർമ്മാണ കമ്പനിക്കോ അധികൃതർക്കോ സാധിച്ചിട്ടില്ല. ഏകദേശം ഒരു വർഷം മുമ്പിട്ട് ഇത് കൾവർട്ട് ഉദ്ഘാടനത്തിന് വേണ്ടി പൊളിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു വർഷമായി ഇത് പൊളിച്ചിട്ട്. ആ സമയത്ത് തന്നെ ഇവിടുത്തെ നാട്ടുകാരും വ്യാപാര സ്ഥാപനങ്ങളും ഒട്ടേറെ പേർ ദുരിതത്തിലാണ്. കാരണം ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങളും നൂറുകണക്കിന് വഴിയാത്രക്കാരും പോകുന്ന ഒരു സംസ്ഥാന ഹൈവേയിലെ പ്രധാന റോഡുകളാണ്. ഇതിപ്പോൾ പൊളിച്ചിട്ട് ഈ നാട്ടുകാരും യാത്രക്കാരും ദുരിതം അനുഭവിക്കുന്ന ഒരു വർഷത്തിലായി. അതിനുശേഷം ഈ കൾവർട്ട് ഉയർത്തതിന് ശേഷം ഒട്ടേറെ രാത്രികാലങ്ങളിൽ അപകടം സംഭവിച്ചിട്ടുണ്ട് ഇത് പണി ശരിക്കെടുക്കാത്തതുകൊണ്ട്. അതിനുശേഷം 100 മീറ്ററോളം ഇവർ റോഡ് പൊളിച്ചിട്ടിട്ട് ഒരു മാസത്തിലേറെയായി. ഈ സമയത്തൊക്കെ ഇവർ പറഞ്ഞ് ഇന്ന് ശരിയാക്കും നാളെ ശരിയാക്കുമെന്ന് ഇതുവരെ ശരിയാക്കിയിട്ടില്ല. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ RDO അടക്കം നിരവധി പേർക്ക് പരാതികൾ നൽകി. പക്ഷേ ഒന്നും ഇതുവരെ ആയിട്ടില്ല. ഇപ്പോൾ ഈ ഞങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളാക്കുമ്പം ചെറിയൊരു വണ്ടിയിൽ കുറച്ച് ജില്ലിപ്പൊടികൾ ഇവിടെ തുടർച്ചയായിട്ട് വെതറും ഇവർ പോകും. വേനൽക്കാലമായവരാൽ ഇവിടെ പൊടിവാറിയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ മഴക്കാലമായിട്ടാകുമ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ ഈ നാട്ടുകാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഒരു റോഡ് ഉപരോധം അടക്കം ഉള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ്. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവാണ് ഈ സംസ്ഥാന പാതയുടെ മുഖമിനുക്കലിന് പോലും വിലങ്ങും വെല്ലുവിളിയുമാകുന്നതെന്നാണ് അറ്റകുറ്റപ്പണികളുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അധികൃതരിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ അങ്ങ് തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന റോഡ് ഈ മഴക്കാലം കഴിയുന്നതോടെ ഏതവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നത് കണ്ടുതന്നെ അറിയാം. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് കാഞ്ഞങ്ങാട് കാസർഗോഡ് KSTP റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തത്. എന്നാൽ പ്രവൃത്തി നിലച്ചതിനെപ്പറ്റി സൊസൈറ്റിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്. ആഗോളതലത്തിൽ ബാധിച്ച യുദ്ധത്തിൻ്റെ പ്രതിഫലനം ഇങ്ങ് കേരളത്തിലെയും നിർമ്മാണ പ്രവർത്തനത്തെ പൂർണ്ണമായും ബാധിച്ചു കഴിഞ്ഞു. റോഡ് ടാറിങ്ങിനായുള്ള ഉൽപ്പന്നങ്ങൾക്ക് 150% വിലയുയർന്നത്. ഒരു ടൺ ടാറിന് 42,000 രൂപ നൽകിയിരുന്നിടത്ത് ഇപ്പോൾ 92,000 വില നൽകേണ്ട അവസ്ഥയാണുള്ളത്. അതായത് ഇരട്ടി വിലയോളം മുടക്കേണ്ട അവസ്ഥ. ഈ സാഹചര്യത്തിൽ പ്രവൃത്തിയുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് ഊരാളുങ്കൽ അധികൃതർക്ക് റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. ഇനിയുള്ള പ്രതീക്ഷ പുതുതായി അധികാരത്തിലേറിയ സർക്കാരിലാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ പൊതുജനം ഇതൊക്കെ സഹിക്കേണ്ടി വരുന്നു. ടാക്സ് അടക്കാതെ വാഹനങ്ങൾ നിരത്തിലിറക്കാൻ പേടിക്കുന്ന ജനങ്ങൾക്ക് ഇത് ചോദ്യം ചെയ്യാൻ ഇടമില്ലാത്ത അവസ്ഥ വരുന്നു. കുണ്ടും കുഴിയിലും പെട്ട് അപകടത്തിൽ മരണമടഞ്ഞ നിരവധി പേർ. കൗവൽപ്പള്ളിയിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഏരിയയാണിത്. KSTP റോഡിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ഏരിയയാണിത്. അപ്പോൾ എന്താണ് ഈ റോഡിൻ്റെ അവസ്ഥയെപ്പറ്റി പറയാനുള്ളത്? ഈ റോഡിൻ്റെ അവസ്ഥ ദയനീയം തന്നെ. സ്കൂട്ടിയിൽ പോകുന്ന രാവിലെ ഭയങ്കര തിരക്കാണിത്. പിന്നെ ഈ ജോലിക്ക് പോകുന്നവർ, സ്കൂളിൽ പോകുന്ന വണ്ടി എല്ലാം ഇടുന്നാകുമ്പോൾ ആക്സിഡൻറ്റും പതിവാണ്. ഞങ്ങൾ തന്നെ ദിവസം കാണുന്നതാണിത്. പമ്പിലേക്ക് വണ്ടി വരാൻ കഴിയുന്നില്ല. ബസ്സും ഇതെല്ലാമായിട്ട് രാവിലത്തെ നെട്ടോട്ട് ഓടുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ. നടന്നു പോകുന്നവർക്കും പോകാൻ കഴിയുന്നില്ല. ദിവസം വന്നിട്ട് ഇവരിവിടെ റോഡടക്കും. അടച്ചു കഴിഞ്ഞിട്ട്
അവർ പോയിട്ടാകുമ്പോൾ ആ റോഡ് അങ്ങനെ ഒലിച്ചു പോകും. ഇപ്പോൾ ഈ കുഴി ഇങ്ങനെയല്ല, അത് റോഡായിട്ട് ഇപ്പോൾ 1 കൊല്ലമായില്ലേ, 1 കൊല്ലമായിട്ട് അവരിതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നേ ഇല്ല. ആ പാലത്തിൻ്റെ പണി കഴിഞ്ഞപാട് ഇത് ആക്കാൻ പറഞ്ഞതാണ്, എന്നിട്ടും അവരിതിനൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. MP-യും ചെയർമാനും ദിവസം പോകുന്ന റോഡാണിത് രാവും പകലും. എന്നാലും ഈ റോഡിൻ്റെ അവസ്ഥ അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അത്ര നേരമൊക്കെ ദിവസം ഇതാണ് വരും. പിന്നെ വൈകുന്നേരം വരും, റോഡ് അടച്ചിട്ട് പോകും, പിന്നെ മഴ വരുമ്പോൾ അതെല്ലാം ഒഴിച്ച് പോകും. പമ്പിലേക്കും ഭയങ്കര ബുദ്ധിമുട്ട് വണ്ടിക്ക് വരാൻ. നമ്മൾ ദിവസം ഈ ആക്സിഡൻ്റെല്ലാം കാണുന്നത് അതുകൊണ്ട്. റോഡ് എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ എപ്പോഴും കുഴി തന്നെ. വെള്ളം നിറഞ്ഞാൽ പിന്നെ നമുക്ക് പോകാൻ പറ്റുന്നില്ല. അതുപോലെ വണ്ടിക്ക് ഡീസൽ ചെലവ് ജാസ്തി, ജനങ്ങളില്ല, യാത്രക്കാരില്ല. അപ്പോൾ നമുക്ക് മലയാളിക്ക് തരാനുള്ള ശമ്പളം വളരെ ബുദ്ധിമുട്ടിലാണ് നമുക്കെന്നെ തന്നിട്ട് ഇപ്പോൾ വിടുന്നത്. ഈ റോട്ടിൽ ഇറങ്ങിയാൽ എണ്ണ വളരെ കൂടുതലാണ് പോകുന്നത്. കുഴികളാണ്, ഫുള്ള് കുഴികളാണ്. വെയിൽ പോയാലും ഇവിടുന്ന് നോക്കിയാൽ ബസ് സ്റ്റാൻഡ് വരെ എല്ലായിടത്തും കുഴികളാണ്. വളരെ ബുദ്ധിമുട്ടാണ്. കാഞ്ഞങ്ങാട് ഭാഗങ്ങളിൽ ബിറ്റുമിൻ കോൺക്രീറ്റിൻ്റെ മുന്നോടിയായുള്ള അറ്റകുറ്റപ്പണികളും ഡ്രൈനേജ്, ഇന്റർലോക്ക് ജോലികളും ചെയ്തു വരുന്നുണ്ട്. തൃക്കണ്ണാട്, ബേക്കൽ, ചെമ്മനാട് ഭാഗങ്ങളിൽ റോഡ് ഉയർത്തി. പാച്ച് വർക്ക് ഒരു ഭാഗം പൂർത്തിയാക്കി. മറുഭാഗത്ത് പണി നടന്നുവരുന്നുമുണ്ട്. വേനൽക്കാലത്ത് പൊടിശല്യവും കാലവർഷത്തിന്റെ ദുരിതപ്പെയ്ത്തിൽ ചെളിക്കുളങ്ങളിലൂടെയും യാത്ര ചെയ്യേണ്ടി വരുന്ന സാധാരണക്കാർ, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന ടാക്സി ജീവനക്കാർ, ഇവർക്കും പറയാനുണ്ട്. ഗവൺമെൻറ്റിനോട് ഞങ്ങൾ പല പ്രാവശ്യം അപേക്ഷിച്ചു, അതായത് പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടി ഉണ്ടായില്ല. കാരണം ഈ റോഡിൻ്റെ അവസ്ഥ, അതായത് ഈ ബേക്കൽ പോർട്ട് സമീപത്തുള്ള പള്ളിക്കര ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ പല പ്രാവശ്യം ഞങ്ങൾ പരാതിപ്പെട്ടു. ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെയായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ബേക്കലം പാലത്തിൻ്റെയും അതും വളരെ മോശമാണ്. ഞങ്ങൾ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ഞങ്ങൾ ഓട്ടോ ഡ്രൈവർമാരാണ്. ഇതിനൊരു പരിഹാരം ബഹുമാനപ്പെട്ട PWR ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. ദിവസം ഒരു 4-5 സൈക്കിളെല്ലാം പോകാടെ ഓട്ടോറിക്ഷക്കാർ നിർത്തിയിട്ട് പൊന്തിച്ചിട്ട് അയക്കലാണ് പറയും. എടുത്തിട്ട് കൊണ്ടുപോകും, ഹോസ്പിറ്റലിലേക്കും അടിയടിയും. അങ്ങനെ പല സ്ഥലത്തും ബുദ്ധിമുട്ടായിട്ട്. പിന്നെ പാലത്തിൻ്റെ അടുത്ത് ഇന്നലെ രാത്രി വണ്ടി ഇടിച്ചിട്ട് പരിക്കായി. അങ്ങനെ ഓരോ ദിവസവും തോറും അവിടെ ആക്സിഡൻറ്റും ഇതും, വണ്ടിക്കാർക്ക് പോകാൻ കഴിയാതെ അവിടെ പാർക്കിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വണ്ടി ജാമാലും എന്തായാലും ഭയങ്കര പ്രശ്നമാണ്. അവിടെ എത്രയോ ആളോട് വിളിച്ചു, പണ്ടില്ല എന്ന് പറഞ്ഞ കഴിഞ്ഞ പാർട്ടി, പണ്ടില്ല എന്ന്. ഈ പണ്ട് ആർക്ക് കൊടുത്തവർ, ആർക്കാണ് ഫണ്ട് കൊടുത്തത്, എവിടെയാണ് എന്താക്കി? ഇപ്പോൾ ഓട്ടോറിക്ഷക്കാർക്ക് ഒരു വണ്ടിക്കാർക്കും അവിടെ പോകാൻ കഴിഞ്ഞിട്ടില്ല. പല കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. ഞങ്ങളെല്ലാം ദിവസം 2 ദിവസം ഓടിയാൽ 3-ൻ്റെ ഒന്ന് പോയി ഗാരേജിൽ വെക്കണം. അത് ഞങ്ങൾക്ക് കിട്ടുന്നത് ചിലവിടാനേ ഇല്ലു. നെട്ടും ബോൾട്ടും അളിയിട്ടും ഇതായിട്ടും എന്തായാലും അവിടെ ഇത് തന്നെ പ്രശ്നം, എന്നും പ്രശ്നം തന്നെ. ഇന്ന് രാവിലെ അവിടെ പെൺകുട്ടി വീണു. നമ്മൾ പറയുമ്പോൾ ഫണ്ടിൽ പൈസയില്ല എന്നാണ് അവർ പറയുന്നുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഓട്ടോറിക്ഷക്കാർ തന്നെ. മഴക്കാലം എത്തുന്നതിന് മുൻപേ പൂർത്തീകരിക്കേണ്ട ഓവുചാലിന്റെ പ്രവൃത്തിയും പൂർത്തീകരിച്ചിട്ടില്ല. ഇടക്കാലാശ്വാസമായി ചെയ്ത പാച്ച് വർക്കുകളിൽ പലതും ആദ്യ മഴയിൽ തന്നെ ഒലിച്ചു പോവുകയും ചെയ്തു. മഴക്കാലത്തിന് മുൻപ് തന്നെ നിർമ്മാണം പൂർത്തീകരിക്കാമായിരുന്ന പ്രവൃത്തി വൈകാനുള്ള കാലതാമസം എന്താണെന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. അല്ലെങ്കിലും സാധാരണ അങ്ങനെ തന്നെയാണ്. കീഴൂർ, ബേക്കൽ, തൃക്കണ്ണാട്, അജാനൂർ ഉൾപ്പെടെയുള്ള മത്സ്യബന്ധന മേഖലകൾ, ബേക്കൽ, ചന്ദ്രഗിരിക്കോട്ട, പള്ളിക്കര, ബേവൂരി ബീച്ചുകൾ, 3 പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ, കീഴൂർ, ബേക്കൽ, തൃക്കണ്ണാട്, അജാനൂർ ഉൾപ്പെടെയുള്ള മത്സ്യബന്ധന മേഖലകൾ, ബേക്കൽ കോട്ട, ചന്ദ്രഗിരിക്കോട്ട, പള്ളിക്കര, കാപ്പിൽ, ബേവൂരി, ചെമ്പരിക്ക ബീച്ചുകൾ, 3 പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ കൂടാതെ ചരിത്രപ്രസിദ്ധമായ ആരാധനാലയങ്ങളെല്ലാം ഉൾപ്പെടുന്ന കാഞ്ഞങ്ങാട് കാസർഗോഡ് തീരദേശം കേരളത്തിലെ തന്നെ പ്രധാന വിനോദസഞ്ചാര മേഖല കൂടിയാണ്. കോട്ടകളും ബീച്ചിന്റെ വശ്യ മനോഹാരിതയും പകരുന്ന യാത്ര പ്രദാനം ചെയ്യുന്ന റോഡിലൂടെയാണ് ടൂറിസം സാധ്യത തേടിയെത്തുന്നവരും യാത്ര ചെയ്യേണ്ടി വരുന്നത്. കാസർഗോഡ് മുതൽ മേൽപ്പറമ്പ് വരെയാണ് പകുതിയെങ്കിലും പ്രവൃത്തി പൂർത്തീകരിച്ചത്. സാങ്കേതിക അനുമതിയും നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് റോഡ് മികച്ച നിലവാരത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് പൊതുജനങ്ങൾ ഈ ദുരിതപാത താണ്ടുന്നത്. തീരദേശ ജനതയ്ക്ക് വലിയ ആശ്വാസം പകർന്നുകൊണ്ടാണ് ഈ പാതയെ ആധുനികവൽക്കരിച്ചത്. എന്നാൽ
വർഷങ്ങൾക്കിപ്പുറം അറ്റകുറ്റപ്പണികളിൽ നിന്ന് പോലും ഈ പ്രധാന പാതയെ അകറ്റി നിർത്തുന്നു എന്നത് ഇവരെ മാത്രമല്ല മറ്റ് യാത്രക്കാരെയും കടുത്ത നിരാശയിലേക്ക് നയിച്ചിരിക്കുകയാണ്. ഇതിനെല്ലാം അറുതി വരുത്തേണ്ടതും ആളുകൾക്ക് വീണ്ടും പ്രത്യാശ പകരേണ്ടതും അധികാരികളാണ്. അത് എപ്പോൾ എങ്ങനെയുണ്ടാകുമെന്നത് കണ്ടറിയാൻ നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു ജനകീയ വിഷയവുമായി അടുത്ത പൊതുപക്ഷത്തിൽ കാണാം അടുത്തയാഴ്ച.